മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് അടുത്തോടെ ഈർക്കിൽ പാർട്ടികളൊക്കെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ NDAയിലുള്ള ദേശീയ ഈർക്കിൽ പാർട്ടി BDJS ആണ് ഒടുവിൽ മലപ്പുറത്തെത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന തലതൊട്ടപ്പൻ തുഷാർ വെള്ളാപ്പള്ളി ബൂത്ത് തലത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. അതിനിടയിൽ BDJSന് ഒത്തുപോകാൻ പറ്റിയ മുന്നണി ഇടതാണെന്ന് കഴിഞ്ഞ ദിവസം മൂത്ത വെള്ളാപ്പള്ളി പറഞ്ഞത് ആരോ തുഷാറിനെ ഓർമ്മിപ്പിച്ച് കളഞ്ഞു. അദ്ദേഹമല്ലല്ലോ BDJSന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ SNDP യോഗത്തിന് നേതാവാണ്. SNDP യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ട് SNDP യോഗത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് BDJS നേതൃത്വമാണ്. ഞങ്ങൾ അതാണ് പറയുന്നത്. സാമൂഹിക സത്യങ്ങൾ ഞാൻ തുറന്നു പറയും. അനീതി എവിടെയുണ്ടോ അവിടെ ഞാൻ ശബ്ദിക്കും. ഞങ്ങൾ മത്സരിക്കുന്നതിന് വേണ്ടി NDA മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അവിടെ ചിലപ്പം വളരെ ശക്തനായിട്ടുള്ള നേതാവ് അപ്പുറത്തുണ്ടാകാം, ചിലപ്പോൾ തോൽവിക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ പരിശ്രമിക്കും. BJP ജയിക്കുമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. തന്നോടുണ്ടോ അവർക്കത് അങ്ങനെ തെളിയിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ ഞാൻ ഈ രണ്ടാമതും മീശ വെക്കാൻ തുടങ്ങാം. ഈ പറച്ചിൽ ഒരു അർത്ഥം വേണ്ടേ? ഇപ്പം എന്താണെങ്കിലും ഒരു 1.25 ലക്ഷത്തിന് മുകളിൽ 1.5 ലക്ഷത്തോളം വോട്ട് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞത് കിട്ടുന്ന തരത്തിലേക്ക് തന്നെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാര്യം പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം മലപ്പുറം പണ്ടുണ്ടായിരുന്ന വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് ഒരുപാട് മാറുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. NDA എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടോ? ഇവിടെ LDFകൾ കേൾക്കുന്നുണ്ട്, UDF കേൾക്കുന്നുണ്ട്. NDA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇത് തനിപ്പിടിയായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ ഇവിടുത്തെ ഘടകം, പ്രത്യേകിച്ചും കേരള ഘടകം പ്രവർത്തിക്കുന്നു എന്നുള്ളത് 100 തെളിവ് നമുക്ക് തരാൻ സാധിക്കും. എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് തന്നെ അറിയാം, തോക്കാൻ വേണ്ടിയുള്ള സീറ്റിൽ നിൽക്കാനുണ്ട്. എന്ത് മത്സരമാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ചിലത് ശരിയും ചിലത് ഇപ്പോൾ BDS സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന നിലപാട് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് നിങ്ങളെടുക്കുക, ഞാൻ SNDP യോഗത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ യോഗത്തിന് പറയുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേരളം ഒരു കാരണവശാലും ഭരിക്കാനുള്ള സാധ്യത BJPക്ക് ഇല്ല എന്ന ഒരു വർത്തമാനകാല സത്യം നിലനിൽക്കുമ്പോൾ ഇത്തരോ അഹങ്കാരത്തോടുകൂടി തോക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥികളെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അവർ ഏകപക്ഷീയമായി അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്യുക എന്ന ആ മര്യാദ കേട് ഇപ്പം തുടങ്ങിയല്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. BDS സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. BJPക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ പിന്നോക്ക ആഭിമുഖ്യക്കാരെയും കൂടെ ഉൾപ്പെടുത്താത്തിടത്തോളം കാലം ഇവിടെ മുന്നോക്കക്കാരെയും കൊണ്ട് ഇവിടെ പോയാൽ എവിടെ എത്താനാണ് വഴി? ഒരു സ്ഥലത്ത് അനാഥമായി വഴി കിടക്കുക എന്നുള്ളതല്ല. ഒരു കേരള രാഷ്ട്രീയത്തെപ്പറ്റിയും കേരളത്തെപ്പറ്റിയും പഠിക്കുന്ന തലയിൽ ജനവാസമുള്ള ഒരു BJPക്കാരൻ ചിന്തിക്കും. BJP തോൽക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം SNDP യോഗത്തിന് സപ്പോർട്ടില്ലാന്നുണ്ടോ? BDJSനകത്ത് ഏതാണെന്നുണ്ടെങ്കിൽ 90% സമുദായത്തിലുള്ളവരും ഇതിനകത്തുണ്ട്. അതുകൂടാതെ മറ്റുള്ള സമുദായത്തിലുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെയും മുസ്ലിം സമുദായത്തിലെയും അതുപോലെ തന്നെ മറ്റു വിവിധ സമുദായത്തിലുള്ള ആളുകൾ ഈ പാർട്ടിയെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം SNDP യോഗം ഇതിനെതിരല്ല. ഞാൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. ഈയിടെ അവരെടുത്ത പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് എടുത്തു നോക്കുക. വഖഫ് ബോർഡിലേക്ക് ഒരു മുസ്ലിം എടുത്തിട്ടുണ്ട്, ഒരു മുന്നോക്കക്കാരനാണ്. ആ വഖഫ് ബോർഡിലും ഒരു മുന്നോക്കക്കാരനെ വെക്കാൻ ഒക്കുമായിരുന്നുവെങ്കിൽ അതും അവർ ചെയ്തതാണ്. 150 അഡ്വക്കേറ്റ്സിന് ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ഏതാണ്ട് 175 മേൽ വരും, 200-നടുത്ത്. ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് നടത്തിയ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇവരുടെ മനസ്സറിയാൻ പാഴൂർ പടിയുന്നവരെ പോകേണ്ടതില്ല. ഞങ്ങൾ പോസ്റ്റിംഗ് മാത്രം ഉദ്ദേശിച്ച് NDAയിൽ കൂടിയിട്ടുള്ള ആളുകളല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഈ പാർട്ടിയിലുള്ള കുറേ ആളുകളെങ്കിലും കുറേ പോസ്റ്റുകൾ കൊടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അത് തീർച്ചയായും വരുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പോസ്റ്റിങ്ങൾ നടക്കും. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. അതിനിടെ താൻ വിജയിച്ചു കഴിഞ്ഞാൽ ബീഫ് വിതരണം ചെയ്യുമെന്ന മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയും തുഷാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ പ്രകാശം പരത്തുന്ന ആ സ്ഥാനാർത്ഥി ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ തുഷാർ ഇവിടെ എന്ത് വിതരണം ചെയ്താലും നമ്മളില്ലേ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന കേന്ദ്ര BJPക്കാർക്ക് BDJSനെ കുറിച്ച് ഇനി മുതൽ വളരെ മികച്ച അഭിപ്രായമായിരിക്കും. ഞങ്ങൾ ഒരിക്കലും ബീഫ് വിൽക്കുന്നതിന് ഒരിക്കലും എതിരായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ബീഫ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആളുകൾ കഴിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്നവരും. അതുകൊണ്ട് ബീഫ് കഴിക്കുന്നത് ഞങ്ങൾ ആരും എതിരല്ല. എവിടെ അദ്ദേഹം സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താ? ബീഫ് നിരോധിച്ചിട്ടില്ല. ഇത് ഒരു ദുഷ്പ്രചരണമാണ്. കൗ സ്ലോട്ടറിംഗ് ആണ് അവിടെ നിരോധിച്ച് ജീവപര്യന്തമാക്കുന്നത്. അല്ലാതെ ബീഫ് നിരോധിച്ചിട്ടില്ല.
ഹലാലായ ഇറച്ചി കൊടുക്കും ഞാനിവിടെ. എന്താ ഹലാലായ ഇറച്ചി കൊടുക്കാതെ? എല്ലാ മൃഗശാലകളിലും അഹലാലായ ഇറച്ചി കേരളത്തിലെ നിയമത്തിനും ഇന്ത്യയുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറവുശാലകൾ നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻസായ അറവുശാലകൾ നല്ല വൃത്തിയായി നല്ല അറവുശാലകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും. എന്താ സംശയം? എല്ലാ അറവും നടക്കും. ഇവിടെ ഇല്ലീഗലായി നടത്തുന്ന അറവുശാലകൾ അടച്ചുപൂട്ടുകയും ലീഗലായിട്ടുള്ള അറവുശാലകൾ അവിടെ നിലനിർത്തുകയും അത് ഭംഗിയായി കൊടുക്കണമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഇല്ലീഗലായിട്ടുള്ള എന്ത് കച്ചവടമാണെങ്കിലും നിർത്തണമെന്നുള്ളത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള നിലപാടാണല്ലോ. അത് അതിന് ഒരിക്കലും തെറ്റായി കാണാൻ കഴിയില്ല. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാനിവിടെ. എന്താ ഹലാലായ ഇറച്ചി കൊടുക്കാതെ? എല്ലാ മൃഗശാലകളിലും അഹലാലായ ഇറച്ചി കേരളത്തിലെ നിയമത്തിനും ഇന്ത്യയുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറവുശാലകൾ നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻസായ അറവുശാലകൾ നല്ല വൃത്തിയായി നല്ല അറവുശാലകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും. ഞങ്ങൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോവധത്തിനെതിരെ ഞങ്ങൾ ഒരിക്കലും ഗോവധത്തിന് എതിരെ നിന്നിട്ടില്ല. ഇത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് BJP അധികാരത്തിൽ വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഗോവധം നിലനിൽക്കുന്നുണ്ട്. ഒന്നും വേണ്ട, കർണാടകയിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ബീഫ് കിട്ടും. കാര്യം ആ പ്രദേശത്തുള്ള ആളുകളുടെ വിശ്വാസമാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള ഇവിടെ എല്ലാ സമുദായത്തിൽപ്പെടുന്ന ആളുകളും ഇത് കഴിക്കുന്നവരാണ്, കഴിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ചോളം ഗോവധത്തിന് ഒരിക്കലും എതിരായോ അനുകൂലമായോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എതിർക്കേണ്ട ആവശ്യമില്ല. ബീഫ് നിരോധിച്ചിട്ടില്ല. ഇത് ഒരു ദുഷ്പ്രചരണമാണ്. കൗ സ്ലോട്ടറിംഗ് ആണ് അവിടെ നിരോധിച്ച് ജീവപര്യന്തമാക്കുന്നത്, അല്ലാതെ ബീഫ് നിരോധിച്ചിട്ടില്ല. അല്ല, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, BDJS എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രീയ പാർട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടും ഉണ്ടല്ലോ. ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ഇതിനെതിരല്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് അതിന് ഗോവധം നിരോധിക്കുകയോ നിരോധിക്കാതിരിക്കുകയോ ഇത് രണ്ടും ഞങ്ങളുടെ വിഷയമല്ല. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാനിവിടെ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പാക്കറ്റ് എത്ര പാക്കറ്റ് ബീഫ് കൊടുത്താലും ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ഇതുവരെടുത്ത് രാജസ്ഥാനിലേക്ക് പോയി കളയരുത് കേട്ടാ, പിന്നെ തടി കിട്ടില്ല. രാജസ്ഥാനിലെ വാർത്ത കണ്ടില്ലേ നമ്മൾ? എല്ലാ മൃഗശാലകളിലും അഹലാലായ ഇറച്ചി കേരളത്തിലെ നിയമത്തിനും ഇന്ത്യയുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറവുശാലകൾ നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻസായ അറവുശാലകൾ നല്ല വൃത്തിയായി നല്ല അറവുശാലകൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും. ഒരു പാപം പശു കച്ചവടക്കാരൻ എല്ലാ രേഖകളോടും കൂടി പശുവിനെ വാങ്ങി കച്ചവടം നടത്തിയാണ് അയാളെ തല്ലിക്കൊന്നത്. എത്ര പേരെയാണ് പശുവിന്റെ പേരിൽ തല്ലിക്കൊന്നത്? ഈ പറയുന്ന BJP സ്ഥാനാർത്ഥി ഒരു പൊതി ബീഫും കൊണ്ട് രാജസ്ഥാനിൽ ചെന്നാണെങ്കിൽ അതോടെ കഥ കഴിഞ്ഞു പോകുമല്ലോ. അതാണ് പിണറായി. മന്ത്രിസഭയിലുള്ളവരും പോലീസും എന്തു ചെയ്താലും ഇത്തരം സന്ദർഭങ്ങളിൽ രസകരമായി മറുപടി നൽകി എതിർപക്ഷത്തിൻ്റെ പോലും ശ്രദ്ധ പിടിച്ചു പറ്റും. എന്നാൽ തനിക്ക് കീഴുള്ളവർക്ക് ഒരു നല്ല കാര്യവും പറഞ്ഞു കൊടുക്കില്ല. വീണ്ടും ഇടവേളയാണ്. തിരിച്ചു വരുമ്പോൾ കഷ്ടപ്പാടുകളുടെ സമരം.